നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ സെൽസ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. സെൽസ് നിർമ്മിക്കാൻ പഠിച്ചില്ല. ആനോഡ്, കാഥോഡ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്. പക്ഷേ SSLCക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് വെച്ചിട്ട് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 9th പോലെയല്ല, SSLC ആകുമ്പോൾ അല്ലെങ്കിൽ 10th ക്ലാസ് ആകുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലും കൂടെ പഠിച്ചിരിക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ സീനിയേഴ്സിനെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അനലൈസ് ദ ഫിഗർ. താഴെ തന്നിരിക്കുന്ന എന്തൊക്കെയോ ഫിഗേഴ്സ് അനലൈസ് ചെയ്യണം. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻ വിച്ച് ബീക്കർ എന്നാണ്, അല്ലെങ്കിൽ ഇൻ വിച്ച് കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇതിൻ്റെ ഏതിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? റൈറ്റ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ എഴുതൂ. നെയിം ദ റിയാക്ഷൻ. നമുക്കിതൊന്നും അറിയത്തില്ല, നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഫിഗേഴ്സ് നോക്കിയിട്ട് ഇതിൻ്റെ എവിടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, ആ റിയാക്ഷൻ എഴുതൂ. നെയിം ദ റിയാക്ഷൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സിങ്ക് സൾഫേറ്റിലാണ്, ZnSO4ലാണ് മുക്കിയിരിക്കുന്നത്. കോപ്പർ CuSO4ലാണ് മുക്കിയിരിക്കുന്നത്. പക്ഷേ മഗ്നീഷ്യം എവിടെയാണ് മുക്കിയിരിക്കുന്നത്? ZnSO4ൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ZnSO4ൽ മുക്കണം, കോപ്പർ SO4ൽ മുക്കണം. അപ്പോൾ Mg എവിടെയാണ് മുക്കേണ്ടത്? MgSO4ലല്ലേ മുക്കേണ്ടത്. പക്ഷേ ഇവിടെ എവിടെയാണ് മുക്കിയിരിക്കുന്നത്? ZnSO4ലാണ് മുക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഏത് ബീക്കറിലാണ് നടക്കുന്നത്? ഇവിടെയാണ് നടക്കുന്നത്. കാരണം ബാക്കി എല്ലായിടത്തും ശരിയായിട്ടല്ലേ മുക്കിയിരിക്കുന്നത്. ഇനി ആ കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, Mg എവിടെ മുക്കിയിരിക്കുമോ? ZnSO4ൽ ശരിയല്ലേ. അപ്പോൾ Mg + ZnSO4 എന്നിട്ടൊരു ഗീവ്സ് കൊടുക്കുമോ? ഇത്രയും ഡൗട്ടുണ്ടോ? Mg ZnSO4ൽ മുക്കിയിരിക്കുമല്ലേ? ഇത്രയും ഡൗട്ടുണ്ടോ? ഓക്കെ, ഒന്ന് ആലോചിക്കണം. ഈ MgSO4 അങ്ങ് ചേരും. അപ്പോൾ എന്തായിട്ട് മാറും? MgSO4 ആയിട്ട് മാറും. പിന്നെ ആരാ ബാക്കിയുള്ളത്? Zn + Z. ഈ റിയാക്ഷനെ പറയുന്നവരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയല്ലോ. എന്ത് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. കാരണം എന്ത് പറ്റി? Mg ZnSO4 മുക്കിയപ്പോൾ MgSO4 ആയിട്ട് മാറി. Zn വെളിയിൽ വന്നാണ്ട, Zn വെളിയിലോട്ട് തെറിച്ച് ZnSO4 എന്തായിട്ട് മാറി? MgSO4 ആയിട്ട് മാറില്ലേ. Zn വെളിയിലേക്ക് വരിക മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്, കളഞ്ഞു അയാളെ. നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അലൂമിനിയം AlSO4ലാണ് മുക്കിയിരിക്കുന്നത്. മഗ്നീഷ്യം CuSO4ലാണ് മുക്കിയിരിക്കുന്നത്. FeSO4ലാണ് മുക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ എവിടെയായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്? AlSO4 ശരിയാണ്. MgSO4ലല്ലേ മുക്കേണ്ടത്. പക്ഷേ ഇവിടെ എവിടെയാണ് മുക്കിയിരിക്കുന്നത്? CuSO4ൽ. അപ്പോൾ ഇവിടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഇനി റിയാക്ഷൻ എഴുതാം. Mg + CuSO4 എന്ന് എഴുതുക. അല്ലെ, Mg CuSO4ലല്ലേ മുക്കിയിരിക്കുന്നത്. ഗീവ്സ് കൊടുക്കുക. ഈ Mg ആരെ പിടിക്കും? SO4നെ അങ്ങ് പിടിക്കും. MgSO4 ആയിട്ട് മാറും. പ്ലസ് ബാക്കി ആരുണ്ട്? Cu വെളിയിലേക്ക് ചാടും. അപ്പോൾ ഈ റിയാക്ഷനെ പറഞ്ഞ പറ്റുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഫുൾ മാർക്കായല്ലോ. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ നിങ്ങളുടെ SSLC ബാച്ചിന് വന്നിട്ടുണ്ട്, 10th സീനിയർ ബാച്ചിന്. ഇത് പഠിച്ചിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഡിഫൈൻ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് 1 മാർക്കിന് വന്നിട്ടുണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു മെറ്റലിൻ്റെ ലെയർ മറ്റൊരു മെറ്റലിൻ്റെ മണ്ടയിലടിക്കും യൂസിങ് ഇലക്ട്രിസിറ്റി. ഒരു മെറ്റലിൻ്റെ ലെയർ മറ്റൊരു മെറ്റൽ സർഫസിൽ അടിക്കും യൂസിങ് ഇലക്ട്രിസിറ്റി. അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇപ്പം നോക്കിയേ, അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വെള്ളി ഉണ്ടല്ലോ, നമ്മൾ ഈ വരവ് സ്വർണ്ണങ്ങൾ മേടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും? കറുക്കും, അല്ലെങ്കിൽ വെള്ളി, അതിൻ്റെ നിറം മങ്ങി വരും. അപ്പോൾ ചിലവരെന്ത് ചെയ്യും? വീണ്ടും സ്വർണ്ണക്കടയിലെങ്ങാനും പോകുമ്പം സ്വർണ്ണത്തിൽ മുക്കിയെടുക്കും അവർ. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണമാണോ അത്? നമ്മൾ സീരിയലൊക്കെ കാണുന്നില്ലേ, അത് യഥാർത്ഥ സ്വർണ്ണമാണോ ഇടുന്നത്? അല്ല, വരവാണ്. സ്വർണ്ണത്തിൻ്റെ ആ കോട്ടിങ് അടിക്കും. സ്വർണ്ണമല്ല, സ്വർണ്ണത്തിൻ്റെ ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കും, സ്വർണ്ണത്തിൻ്റെ വെള്ളത്തിൽ മുക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നവരാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണം, അല്ലെങ്കിൽ ഈ വരവെന്നൊക്കെ പറയും. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ്. കാരണം സ്വർണ്ണത്തിൻ്റെ ഒരു ലെയർ വെള്ളിയിലോട്ട് അടിക്കുവാണ് യൂസിങ് ഇലക്ട്രിസിറ്റി. അത് കുറച്ച് നാളെ കിടക്കത്തുള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും, അതിൻ്റെ ആ നിറം നഷ്ടപ്പെടും. അപ്പോൾ എന്തോ ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിങ് വൺ മെറ്റൽ ലെയർ ഓൺ അനദർ മെറ്റൽ സർഫസ് യൂസിങ് ഇലക്ട്രിസിറ്റി. കണ്ട, ഒരു മെറ്റലിൻ്റെ ലെയർ മറ്റൊരു മെറ്റലിൻ്റെ മണ്ടയിലോട്ട് അടിക്കും യൂസിങ് ഇലക്ട്രിസിറ്റി, കറണ്ട് ഉപയോഗിച്ച്. അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി വെച്ച് പ്ലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിങ് വൺ മെറ്റൽ ലെയർ ഓൺ അനദർ മെറ്റൽ സർഫസ് യൂസിങ് ഇലക്ട്രിസിറ്റി. ഇനി അത് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം.